ഇങ്ങോട്ട് നോക്കി, മുഖത്തിലൂടേക്ക്. ആൻഡ് ഫോക്കസ് ആൻഡ് ഫോക്കസ് ആൻഡ് ഫോക്കസ് ആൻഡ് ഫോക്കസ് ഓൺ ഡീപ് സ്ലീപ്പ്. അപ്പോൾ നമുക്കിന്ന് 3 കുട്ടിപ്പട്ടാളുണ്ട്. അപ്പോൾ കുട്ടിപ്പട്ടാളത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് സാധനം ഒന്ന് കാണിക്കാൻ വേണ്ടി പോവാം. ഈ എൻ്റർടൈൻമെൻറ്റിൽ വലിയൊരു കാര്യം കൂടി ഉണ്ട്, വലിയൊരു സത്യമുണ്ട്. അതെന്താണെന്ന് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് മാജിക് ഒക്കെ ഇഷ്ടമാണോ? നമ്മൾ ചെയ്യുന്ന മാജിക് അല്ല, നമ്മൾ ചെയ്യുന്ന വളരെ റിയൽ ആയിട്ടുള്ള വളരെ ഒരു ടെക്നിക്കായ ഒരു സാധനമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളെ സാധനം കാണാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇതിൽ നിന്ന് കുറേ പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലില്ലേ നമുക്ക് ആളുകളോട് എങ്ങനെ നമുക്ക് വെറുപ്പ് തോന്നുന്നത്? ശരി, നമുക്ക് അറിയില്ലാത്ത ഒരാളോട് നമുക്ക് എങ്ങനെ വെറുപ്പ് തോന്നുന്നത്? നമുക്ക് ആ വ്യക്തിയെ അറിയില്ല. ഇപ്പോൾ ഹിറ്റ്ലർ, നമുക്ക് ആ വ്യക്തിനെ അറിയില്ല, നമുക്ക് ആ വ്യക്തിയോട് എങ്ങനെ നമുക്ക് തോന്നി? പുള്ളി ചെയ്ത കുറെ തെറ്റ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് ഉത്തരം. മനസ്സിലായോ? അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളർന്ന് വലുതാകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അതെങ്ങനെയാണെന്ന് അറിയാമോ? അതായത് നമുക്ക് അറിയില്ലാത്തൊരു വ്യക്തിയെ പറ്റി നമ്മുടെ ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ തോന്നുന്നു കുറ്റം പറയും. കുറ്റം പറയാന്ന് കേട്ടിട്ടുണ്ടോ? ഈ കുറ്റം പറയാന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ ഉള്ള അവരുടെ അസൂയ കൊണ്ടാണ് നമ്മുടെ തോന്നുന്ന ഒരാൾ കുറ്റം പറയുന്നത്. ഒരിക്കലും കുറ്റം പറയുന്ന ഒരാളെ നമ്മുടെ കൂടെ കൂട്ടരുത്. കാര്യം അവര് മറ്റൊരാളില്ലാത്തപ്പോൾ വന്ന് നമ്മുടെ അടുത്ത് കുറ്റം പറയും. അതിനുശേഷം നമ്മളില്ലാത്തപ്പോൾ നമ്മുടെ കുറ്റം പോയി മറ്റൊരാൾ പറയും. നിങ്ങളത് കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ ഒരാളെ പറ്റിയിട്ട് നമ്മളൊരാളോട് കുറ്റം പറഞ്ഞാൽ ആ ആളെ എങ്ങനെയാണ് പ്രതികരിക്കണേ എന്നാണ് നിങ്ങളുടെ കാണിക്കാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ 3 പേരും ഭയങ്കര കൂട്ടുകാരല്ലേ, ഭയങ്കര സ്നേഹമുള്ള കൂട്ടുകാരല്ലേ? വിധു, ഡീപ്പ് ബ്രത്ത് ചെയ്ത് നല്ലോണം ശ്വാസം നീട്ടിയെടുത്ത്, ഡീപ്പ് ഒന്നുകൂടി ശ്വാസം നീട്ടിയെടുത്ത്, ശ്വാസം നീട്ടിയെടുത്ത്, ശ്വാസം നീട്ടിയെടുത്ത് നമ്മൾ ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകാൻ വേണ്ടി പോവാം കേട്ടോ. റെഡി? ഇങ്ങോട്ട് നോക്കി, മുഖത്തിലോട്ടേക്ക്. ആൻഡ് ഫോക്കസ് ആൻഡ് ഫോക്കസ് ആൻഡ് ഫോക്കസ് ആൻഡ് ഫോക്കസ് ഓൺ ഡീപ്പ് സ്ലീപ്പ്, ഡീപ്പ് സ്ലീപ്പ്. ഓക്കെ, ഇപ്പോൾ വിധുവിൻ്റെ മുന്നിലിരിക്കുന്ന സനൂഗ് ഒരു വൃത്തികെട്ടാണ്. വിധുവിനെ പറ്റി ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞൊരു വ്യക്തിയാട്ടോ സനൂഗ്. അത് വിധുവിന് ഇതുവരെ അറിയില്ല. അത് സനൂഗിനോട് വിധുവിന് ഭയങ്കര ദേഷ്യമായിരിക്കും കേട്ടോ, ഭയങ്കര ദേഷ്യമാണ്. സനൂഗ് ഒരു വൃത്തികെട്ട സ്വഭാവമാണ്. പക്ഷേ വിധു അത് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. വിധു ഇപ്പോൾ ഇവിടുന്ന് കണ്ണ് തുറന്ന് കഴിയുമില്ലേ സനൂഗിനോട് ഭയങ്കര ദേഷ്യമായിരിക്കും കേട്ടോ, ഭയങ്കര ദേഷ്യമായിരിക്കും. പക്ഷേ ശ്രീരാമിനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ ശ്രീരാമിന് എന്തെങ്കിലും സനൂഗ് കൊടുക്കാൻ പോയോ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ വിധുവിന് ഇഷ്ടപ്പെടില്ല കേട്ടോ. വിധുവിനത് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. സനൂഗിനോട് ഭയങ്കര ദേഷ്യമായിരിക്കും. ഇവിടെ എണീറ്റ് കഴിയുമ്പോൾ സനൂഗിനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഭയങ്കര ചീത്ത പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരിക്കും കേട്ടോ. കാരണം സനൂഗ് ഇത്ര വൃത്തികെട്ടാണെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായി. സനൂഗിൻ്റെ കള്ളക്കളികൾ ഇപ്പോൾ പുറത്തു വന്നു. പക്ഷെ അത് ശരിക്കും ശ്രീരാമിന് അറിയില്ല. അപ്പോൾ വിധു ഇവിടുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ശ്രീരാമിനോട് പറയണം സനൂഗിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ പാവം ശ്രീരാമൻ ഇതെല്ലാം വിശ്വസിച്ച് പോകും. അപ്പോൾ ശ്രീരാമിനോട് ഇതെല്ലാം പറയണം കേട്ടോ. പറയില്ലേ? എല്ലാം പറയണം. സനൂഗ് ഭയങ്കര വൃത്തികെട്ടാണ്. സനൂഗ് ഭയങ്കര ദേഷ്യം വരും. ദേഷ്യം കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ശ്രീരാം ഒരിക്കലും സനൂഗിനോട് മിണ്ടാനൊന്നും സമ്മതിക്കരുത്. ഇവിടെ തന്നെ ഇരുന്നാൽ മതിയിട്ട് എഴുന്നേക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ശ്രീരാമിനോട് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ കണ്ണ് തുറന്നു കഴിയുമ്പോൾ സനൂഗിനോട് ഭയങ്കര ദേഷ്യമായിരിക്കും, ഭയങ്കര കലിപ്പായിരിക്കും. ശ്രീരാമനോട് ഭയങ്കര സ്നേഹമായിരിക്കും. ശ്രീരാമനെ പറഞ്ഞ് മനസ്സിലാക്കണം സനൂഗിൻ്റെ വൃത്തികെട്ട സ്വഭാവം കേട്ടോ. റെഡി? 1 2 3 ഒന്ന് കണ്ണുറക്കുമ്പോൾ കണ്ണുറക്കും. റെഡി? 1 2 3 കണ്ണുറന്ന്. സനൂഗിന് ഇഷ്ടമാണോ? ഇഷ്ടമല്ലേ? സനൂഗിന് ഒന്ന് ഒരു ഷെയ്ക്കാൻ കൊടുത്ത്. എന്താ പ്രശ്നം? നിങ്ങളെ എന്താ പ്രശ്നം? കൊടുക്ക്. കൈ വന്നെ ഉള്ളിൽ വെച്ചൊക്കെ കൊടുക്ക്. എന്താ പ്രശ്നം? സനൂഗിന്റെ എന്താ പ്രശ്നം? നിന്നെ ഇഷ്ടമല്ല. നീ എന്തെങ്കിലും ചെയ്തോ അവനെ? എന്തെങ്കിലും പറഞ്ഞവനെ? പിന്നെന്താ അവൻ്റെ ഇത്? അവനങ്ങനെ പെരുമാറുന്ന ഒരാളല്ല. അവൻ ക്ലിയർ ആയിട്ട് പറഞ്ഞ ഒരാളാണ്. ഇവൻ കുറെ തെറ്റുകൾ ചെയ്തു. ഇവൻ എന്നെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്നെ ബാക്കിൽ ഇരുന്ന് കുറെ ആൾക്കാരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. എന്നെ കുറിച്ച് ചീത്തതായും. എവിടെ വെച്ചാ പറഞ്ഞ? സ്കൂളിൽ വെച്ച്. ആണോ? ഭയങ്കര മോശമായിട്ടാണ് സംസാരിച്ചത്? ആണോ? സനൂഗ് പിന്നെ എങ്ങനെ നിങ്ങളുടെ കൂടെ വന്നേ? സനൂഗ് നിന്നെ നോക്കി ചിരിക്കുന്നുണ്ടല്ലോ. കൂടുതലിരിക്കണ്ട. നീ ചെയ്ത തെറ്റ് നീ തന്നെ അറിയും. കേട്ടില്ലെങ്കിൽ കേക്കണ്ട. ചിരിക്കണ്ട. നീ ചെയ്ത തെറ്റ് ഭയങ്കര തെറ്റാണ്. നീ എന്നോട് കൂടണ്ട. എന്താ കാര്യം? ഇവൻ നിന്നെ കുറിച്ച് ഇങ്ങനൊക്കെ പറയും. വൃത്തികെട്ട് ആണോ? കുറച്ച്
ശ്രീരാമിന് ദാഹിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം കൊടുത്തേ ശ്രീരാമിന്. കൊടുക്കണ്ട. സനു, ശ്രീരാമിന് വെള്ളം കൊടുക്കാൻ പോണ നീ? വേണ്ട, എടുക്കരുത്. അവൻ അത് ചതി ചെയ്യും. ഒന്നുമില്ല, വട്ടാണ്. എടുക്കണ്ട, എടുക്കരുത്. സൈക്കിൾ തന്നെ ഉണ്ടായി. കുടിക്കരുത്. എന്ത് എന്താ കുടിക്കരുതെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? എന്താ കുടിക്കരുതെന്ന് പറഞ്ഞാൽ എന്താ? അത് അവൻ പാണ്ട് പച്ചവെള്ളം ഉണ്ട്. പച്ചവെള്ളം അല്ലാതെ പിന്നെ പെപ്സി ആവുമെന്ന്. ഞാൻ പെപ്സി വെച്ചാൽ ക്ലാസ് കൊടുക്കും. നീ കൂട്ടുകൂടണ്ടേ അവൻ്റെ കൂടെ? അതെന്താ എനിക്കെന്താ കൂട്ടുകൂടിയാ? അവൻ ചീത്ത പറയും. കണ്ടോ? ഞാൻ കണ്ടു. എങ്ങനെ കണ്ടു? ഇച്ചിരി ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു. അവര് പറഞ്ഞ വിശ്വസിക്കും നീ? സത്യമാണോ? ഇവൻ അവര് വെറുതെ ഒന്ന് പറയണാണെങ്കിലോ? അവരെന്റെ അടുത്ത് ഇങ്ങനെ കൊറേ പറഞ്ഞിട്ടുണ്ട്. അവര് ചതി ചെയ്തിട്ടുമുണ്ട്. എന്റെ കണ്ണിലോ നല്ല ചതിയനാണ് അവൻ. കണ്ടിട്ടുണ്ട്. എങ്ങനെ എനിക്ക് കേട്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞത്? കേട്ടിട്ടുണ്ട്. റെഡി. ഇത് ഇങ്ങോട്ട് ഫോക്കസ് ഡീപ്. ഓക്കെ, ഇപ്പോൾ സനൂപ് നല്ലൊരു പയ്യനാട്ടോ, ഭയങ്കര സ്നേഹം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാം മനസ്സിൽ നിന്ന് എടുത്ത് പോയി എല്ലാം മറന്നു പോയിട്ടോ. സനൂപ് ഭയങ്കര സ്നേഹമുള്ളൊരു വ്യക്തിയാണ്, ഭയങ്കര സ്നേഹമാണ്. ഇപ്പോൾ എണീറ്റ് കഴിയുമ്പോൾ സനൂപിനോട് ഭയങ്കര സ്നേഹം തോന്നിട്ടോ. നേരത്തെ പറഞ്ഞ എല്ലാ മെമ്മറിയിൽ നിന്നും മാഞ്ഞു പോയി. ഇപ്പോൾ കണ്ണു തുറന്ന് കഴിയുമ്പോൾ സനൂപാണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, ഏറ്റവും ഭയങ്കര സ്നേഹമായിട്ട് പെരുമാറും. ഉമ്മയൊക്കെ കൊടുക്കും, പ്ലെയിൻ കിസ്സൊക്കെ കൊടുക്കും. ഭയങ്കര സ്നേഹമായിരിക്കും. ഐ ലവ് യു പറയാൻ വേണ്ടി അടുത്ത് അവന് മിസ് ചെയ്ത് പറയും കേട്ടോ. ഭയങ്കര സ്നേഹമായിരിക്കും കേട്ടോ സനൂപിനെ. അപ്പോൾ റെഡി 1 2 3 കണ്ണു തുറക്കുമ്പോൾ ഭയങ്കര സ്നേഹം കേട്ടോ. റെഡി 1 2 3 കണ്ണു തുറന്നേ. ഫ്ലൈങ് കിസ് ഒക്കെ കൊടുത്തേ. ആരെ ഏറ്റവും കൂടുതൽ സ്നേഹക്കാരോടാ? സനൂപിനോടാ? അതെന്താ? ബെസ്റ്റ് ഫ്രണ്ട് ആണോ? അതുകൊണ്ട് ഭയങ്കര സ്നേഹമാണോ സനൂപിന്റെ അടുത്ത്? അപ്പോ ശ്രീരാമോ ആണോ? ഇത് അതിൽ ഏറ്റവും കൂടുതൽ സ്നേഹക്കാരോടാ? സനൂപിനോടാണോ? എന്നെ ഇഷ്ടല്ലേ? എന്നെ വേണ്ടേ? അപ്പോ നമ്മളിപ്പോ എന്ത് കണ്ടു? അതായത് ഞാൻ ഒരാൾ വിചാരിച്ചാൽ നിങ്ങൾ രണ്ടുപേരെയും ശത്രുക്കളാക്കാം. ഞാൻ ഒരാൾ വിചാരിച്ചാൽ നിങ്ങൾ രണ്ടുപേരെയും ഇവന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിട്ട് മാറ്റാം. മനസ്സിലായി? ഇപ്പോൾ നമ്മൾ ഉദാഹരണം കണ്ടോ? ഇപ്പോൾ ഇവൻ ഓൾറെഡി ഹിപ്നോട്ടിക് സ്റ്റേജിലാണ്, ഹിപ്നോസിസ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഈ എന്ത് പറഞ്ഞാലും ഇവന്റെ മാനസികാവസ്ഥനെ എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും, ഹാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡി 1 2 3 സ്ലീപ്പ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാവരും നമ്മളിനി ജീവിതത്തിലോട്ട് നമ്മളിനി മുന്നോട്ട് കടക്കുന്ന സമയത്ത് എല്ലാം നമ്മുടെ ചെവിട്ടിൽ വന്ന് മറ്റൊരാൾ കുറ്റം പറഞ്ഞാൽ അത് ഒരിക്കലും നിങ്ങൾ കേൾക്കരുത്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ പറയൂ. അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയൊക്കെയാണെങ്കിൽ ഓക്കെ, നമുക്ക് പ്രശ്നമില്ല. അല്ലാത്ത ഒരാളും നമ്മുടെ ചെവിയിൽ വന്ന് മറ്റൊരാളെ പറ്റി കുറ്റം പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. ചിലപ്പോൾ നമ്മളോടുള്ള വാശിക്കോ ആ വ്യക്തിയോടുള്ള വാശിക്കോ ആയിരിക്കും നമ്മുടെ അടുത്തൊന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പാഠമായി. ഇപ്പോൾ കണ്ടോ, നിങ്ങളുടെ കൂടെ വന്ന കൂട്ടുകാരനാ ഇപ്പം ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ നിങ്ങളോട് ഭയങ്കര ദേഷ്യമായി, ഞാൻ പറഞ്ഞപ്പോൾ ആ ദേഷ്യം മാറി നിങ്ങളുടെ സ്നേഹമായി. ഇത് തന്നെയാണ് നമുക്ക് മുന്നോട്ട് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം നിങ്ങൾ നേരിട്ട് കണ്ടില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? ഓക്കെ, ഇപ്പോൾ കണ്ണ് തുറന്ന് കഴിയുമ്പോൾ വിധു സനൂപിന് ടീഷർട്ട് ഇല്ലാതെ ഇരിക്കുന്നത് കാണും കേട്ടോ. സനൂപ് ടീഷർട്ടും പാൻറ്റും ഇട്ടിട്ടില്ല കേട്ടോ, ഒരു തുള്ളി ഡ്രസ്സ് പോലും ഇട്ടിട്ടില്ല. പാൻറ് ഇല്ലാതെ ടീഷർട്ട് ഇല്ലാതെ വന്നിരിക്കും കേട്ടോ. കണ്ണുറക്കുമ്പോൾ ഭയങ്കര പൊട്ടിച്ചിരിക്കും കേട്ടോ. റെഡി 1 2 3 കണ്ണുറന്ന്. ഹരി എന്താ നോക്കിനകത്ത് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും ഡ്രസ് ഇട്ടുണ്ടോ? ഒരു പരിപാടിക്ക് വന്നിരിക്കണോ അവൻ? അവന്റെ ഇന്നത്തെ കളർ എന്താ? ജെട്ടിയുടെ കളർ എന്താ അവന്റെ? ബ്ലൂവാ? എന്താ നീ ഡ്രസ്സിലാ പോകുന്നേ? അവൻ പൊട്ടി ചിരിക്കാണ്. വിധു റെഡി 1 2 3 സ്ലീപ്പ്. ഇപ്പോ കണ്ണ് തുറക്കുമ്പോ ഇല്ലേ
ശ്രീരാമിന്റെ തലയിൽ 2 കൊമ്പും ശ്രീരാമിന് ഒരു വാല് മുളച്ചിട്ടുണ്ടാവും കേട്ടോ. അത് കാണുമ്പോൾ ഭയങ്കര ചിരി വരും കേട്ടോ. ശ്രീരാമിൻ്റെ അടുത്ത് ചോദിക്കും കേട്ടോ ഈ കൊമ്പ് എങ്ങനെ മുളച്ചെന്ന്. റെഡി കണ്ണുറക്കുമ്പോൾ ശ്രീരാമിന്റെ തലയിൽ 2 കൊമ്പ് ഇങ്ങനെ മുളച്ച് ആ കൊമ്പ് 2 മണി കെട്ടിയിട്ടുണ്ടോ. ശ്രീരാമൻ ഇങ്ങനെ തലയാട്ടുമ്പോൾ ശബ്ദം വരും കേട്ടോ, മണിയുടെ ശബ്ദം വരും കേട്ടോ. കേട്ടോ ആ തലയിൽ കൊമ്പുണ്ട്, കൊമ്പിൽ ഒരു മണിയുണ്ട്, ഒരു വാലുണ്ട് കേട്ടോ. ആ വാലുമ്പോൾ തീ പിടിച്ചിട്ടുണ്ട് കേട്ടോ. തീ പിടിച്ചത് പറയും കേട്ടോ, പക്ഷെ അവൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. റെഡി 1 2 3 കണ്ണു പറഞ്ഞ് കൊമ്പും വാലും എന്റെ താത്താൻ്റെ കൂടെ കൂടിയാ. ചാത്താരാ എടേ എനിക്ക് കൊമ്പൊന്നും ഇല്ല. അവിടെ തലയിൽ കൊമ്പില്ലേ? കൊമ്പിന് പണി. കൊമ്പില് പണിയാ? കൊമ്പിൽ പണിയുണ്ടോ? ആണോ? തീ പിടിച്ചു വാലില് തീ കാണാൻ പറ്റുന്നുണ്ടോ? വാലൊന്നും ഇഷ്ട രാവിലെ ഒന്നും കൊമ്പുണ്ടായോ ശ്രീരാമിന്? ഇല്ല. പിന്നെ ഇതിങ്ങനെ കൊമ്പൊന്ന് എന്താ കളർ കൊമ്പിന്റെ? റെഡ് കളർ കൊമ്പോ? കൊമ്പിന്റെ മുകളിൽ എന്നിട്ട് കാണുന്നത് മണി. മണി പശുവോ? മണി കേട്ടിട്ടാണ്. അടിപൊളിയാണല്ലോ. റെഡി 1 2 3 സ്ലീപ്പ്. ഏറ്റവും കാണണമെന്ന് ആഗ്രഹമുള്ള ഇഷ്ടപ്പെട്ട ഒരു ആക്ടറിന്റെ പേര് പറഞ്ഞേ. ഋത്തിക് റോഷനാണ് ഇപ്പൊ കാണുന്ന ആഗ്രഹം. നമ്മളിപ്പോ ഇവിടെ ഋത്തിക് റോഷനെ കൊണ്ടുവരാൻ വേണ്ടി പോവാ. ഋത്തിക് റോഷനെ കണ്ടു കഴിയുമ്പോൾ ഇതിന് ഭയങ്കര സന്തോഷം തോന്നും. ഇപ്പൊ ഋത്തിക് റോഷൻ വരും കേട്ടോ. ഋത്തിക് റോഷൻ വന്നിട്ട് കണ്ടു കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും കേട്ടോ. ഇപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആള് ഋത്തിക് റോഷനായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. കെട്ടിപ്പിടിക്കും, സെൽഫി എടുക്കും കേട്ടോ. ഇപ്പൊ കണ്ണുറക്കുമ്പോൾ ഋത്തിക് റോഷനായിരിക്കും. തൊട്ട് റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ഋത്തിക് റോഷനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. ഓക്കെ റെഡി 1 2 3 കണ്ടു പറഞ്ഞേ. ഫാനാണോ? സെൽഫി കിട്ടോ? ഫോണുണ്ടോ? ഇല്ല. ഫോണിന്ന് എടുത്തോ. എടുത്തോ ഫോണിന്ന് ഫോട്ടോ എടുത്തോ. എടുത്തോ. ഓ അടിപൊളി. സാറെന്താ ഇവിടെ വന്നിരിക്കുന്നത്? പരിപാടിക്ക് വന്നാണോ? അപ്പോൾ ഇവിടേക്ക് പോരാൻ കാരണം വെറുതെ വന്നപ്പോൾ കയറുന്നതാണല്ലേ? ടാറ്റ വന്നേരെ. റെഡി 1 2 3 സ്ലീപ്പ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസും നമ്മൾ റിമൂവ് ചെയ്യുക. ഇപ്പോൾ കണ്ണുറക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും. ശ്രീരാമിൻ്റെ അതിൽ കൊമ്പില്ല, സനൂക്ക് ഡ്രസ്സെല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം ഭയങ്കര ഹാപ്പി ആട്ടോ. ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര എനർജറ്റിക്കാണ്. വിധു ഇനി അങ്ങോട്ട് നന്നായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കും, നന്നായിട്ട് പഠിക്കും. അലമ്പൊക്കെ ഉണ്ടെങ്കിലും നന്നായി പഠിക്കും. ക്ലാസ്സിൽ കേട്ട കാര്യങ്ങളെല്ലാം നന്നായിട്ട് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യും. നല്ല കുട്ടിയായിരിക്കും കേട്ടോ. അച്ഛനും അമ്മയ്ക്കും നല്ല അനുസരണയുള്ള, വളരെ സ്നേഹമുള്ള, എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന, കൂട്ടുകാരോടൊക്കെ ഭയങ്കര സ്നേഹമുള്ള, ഭയങ്കര റിയൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. ഇത് എന്താണോ ഡ്രീം ചെയ്യുന്ന, സ്വപ്നം കാണുന്ന ആ സ്വപ്നം ജീവിതത്തിൽ സംഭവിക്കും. ഇവിടുന്ന് കണ്ണുറക്കുമ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും കേട്ടോ. ഭയങ്കര ഫ്രഷ്നെസ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ഒരാളെയും കൊണ്ട് ഒരു മോശം പറയിപ്പിക്കാതെ, വഴക്ക് പറയിപ്പിക്കാതെ, തെറ്റ് പറയിപ്പിക്കാതെ വിധു എല്ലാ കാര്യങ്ങളും ഭയങ്കര സന്തോഷത്തോടെ സ്നേഹത്തോടെയും ചെയ്യും കേട്ടോ. ഓക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. അച്ഛനമ്മയ്ക്കൊക്കെ നല്ല കുട്ടിയായിരിക്കും. അവരോടൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറും. അവരെപ്പോഴും മിസ് ചെയ്യും. അവരൊന്നും ഒരിക്കലും വേദനിപ്പിക്കില്ല കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. റെഡി? ഓക്കെ റെഡി 1 2 3 കണ്ടു പറഞ്ഞേ. ഹലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.